ഹായ് ഓൾ, അസ്സാം വലൈക്കും. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അൽഫാം റെഡിയാക്കി എടുത്താലോ? വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിനായിട്ട് 2 ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് തൈര്, 1 ടീസ്പൂണ് വിനെഗിരി. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നല്ല ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുമ്പോൾ എരിവില്ലാതെ നോക്കണേ. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മന്തി മസാല, 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇവ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് പുതിന, അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മല്ലിയില, 3 പച്ചമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, അരമുറി സവാള, ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചെടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ്. ചിക്കൻ എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് ട്രേയിലേക്ക് വെച്ചിട്ട് നമുക്കിതിന് മേലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 40 മിനിറ്റ് ബേക്ക് ആയതിന് ശേഷം നമുക്കിത് പുറത്തെടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. 40-45 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ പാനിലൊന്ന് ചെയ്തെടുക്കാം. ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒരു സ്ലിമ്മിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഉള്ളിലൊക്കെ ഒന്ന് സൈസ് വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് സ്ലിമ്മിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നല്ല മൊരിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇനി റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ബാക്കി വന്ന മസാല പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഏലക്ക, പട്ട, കറയാമ്പൂ ഇവ ചേർക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മാഗി ക്യൂബ് ഇവ ചേർക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസിലെ വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് സ്ലിമ്മിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമുക്കൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പുതിന, അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മല്ലിയില, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കപ്പ് തൈര് ഇവ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ആ ഒരു മസാല, ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, ആ മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ചിക്കൻ്റെ പീസുകളെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചാർക്കോളൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇനി 1 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മന്തി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.